വിമതർ ഭരണം പിടിച്ചെടുത്ത സിറിയയിൽ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് എംബസി വൃത്തങ്ങൾ. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുകയാണെന്നും എല്ലാ ഇന്ത്യ പൗരന്മാരും ബന്ധപ്പെടുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. സിറിയയിൽ ഞായറാഴ്ചയാണ് 2 പതിറ്റാണ്ടായി ഭരിക്കുന്ന ബഷാർ അൽ അസദ് സർക്കാരിനെ വീഴ്ത്തി വിമതർ ഭരണം പിടിച്ചെടുത്തത്. സിറിയയിൽ വിമത നീക്കം രൂക്ഷമായപ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണമെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുമായിരുന്നു മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണം. അതിനെ കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. സിറിയയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് വെള്ളിയാഴ്ച ഇന്ത്യ പറഞ്ഞത്. വിമതർ ഭരണം പിടിച്ചതിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിവിധ UN സംഘടനകളിൽ ജോലി ചെയ്യുന്ന 14 പേർ ഉൾപ്പെടെ 90 ഇന്ത്യൻ പൗരന്മാരാണ് സിറിയയിലുള്ളത്. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെ താഴെയിറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ പോരാട്ടം നടത്തിയത്. നവംബർ 27 മുതൽ ഇതുവരെ 4 ലക്ഷത്തോളം പേരാണ് സിറിയയിൽ നിന്ന് പലായനം ചെയ്തത്. 24 വർഷത്തെ അസദ് ഭരണത്തിനാണ് ഞായറാഴ്ച അന്ത്യമായത്. ഏകദേശം 3 പതിറ്റാണ്ടോളം സിറിയ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി 2000-ലാണ് ബഷാർ അൽ അസദ് അധികാരത്തിൽ വന്നത്. ബഷാർ അൽ അസദ് രാജ്യം വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചു. വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ശേഷമാണ് അസദ് രാജ്യം വിട്ടതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.